ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനിതുവരെ പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല. സമയം ഇപ്പം ഒരു 9:56 ആയിട്ടുണ്ട്. ഞാനേ ഒരു ബൈ സൈഡ് എൻട്രി നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ലൈൻ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചു. നമ്മൾക്ക് നമ്മുടെ ലൈനെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ കൂടി എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു അപ്സൈഡ് ആണ്. സോ ഈ ഒരു ഏരിയയിൽ വല്ലതും ഞാനിപ്പോൾ ഒരു ലൈൻ ഡ്രോ ചെയ്ത് അത് ചുമ്മാ നമ്മളുടെ ഒരു പ്ലേസ് ഇത്രയുമെങ്കിലും ഒന്ന് റിട്രേസ് ചെയ്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറുതാവും. അപ്പം അവിടെ നിന്നൊരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ലൈനെ ഇപ്പം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. എൻ്റെ ഒരു വ്യൂ പ്യുവർലി ഒരു അപ്സൈഡാണ്. അപ്പം ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാർക്കറ്റ് ട്രേഡേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 48,100 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. നമ്മൾ 150 ക്വാണ്ടിറ്റി സാധാ എടുക്കുന്നൊരു ക്വാണ്ടിറ്റി തന്നെയാണ്. എനിക്ക് നല്ലൊരു കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നല്ല ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഇപ്പോൾ എടുത്ത ഉടനെ തന്നെ നെഗറ്റീവാണ്. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. എടുത്ത ഉടനെ നെഗറ്റീവായിരുന്നു കേട്ടോ. ഓക്കെ, ഫൈൻ. ഇത് നമ്മളുടെ ടാർഗറ്റ് വയ്ക്കാൻ നമുക്ക് അവസരം തരില്ലെന്ന് തോന്നുന്നു. 471 4,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചാണ്. 5,000 പ്രോഫിറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെയും കൂടെ ഒന്ന് ട്രെയിൽ ചെയ്തേക്കാം ട്രേഡേഴ്സ്. ഞാൻ ചാർട്ട് കാണിക്കാത്തല്ല കേട്ടോ. ഞാൻ വേറെ ഒന്നുമല്ല, അത്രയും ഒരു പെട്ടെന്നൊരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടി നമുക്ക് ട്രേഡ് എടുത്തോടനെ. നമ്മൾ 471 എടുത്തു. ഇപ്പോൾ 496, 498, 3,300, 5,000. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാവുന്നതാണ് ട്രേഡേഴ്സ്. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മളുടെ ടാർഗറ്റ് കൊടുത്തേക്കാം ട്രേഡേഴ്സ്. എനിക്ക് തോന്നുന്നില്ല ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സൽ ആവാൻ സാധ്യതയുണ്ടെന്ന്. നമ്മളുടെ ടാർഗറ്റ് 521 ആണ് ട്രേഡേഴ്സ്. ഓക്കെ, 471 കിട്ടി 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 521. ഇപ്പോൾ ഒരു ശരിക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ഒരു റേഞ്ചിൽ 5,000 പ്ലസ് 5,700 പ്രോഫിറ്റ് കാണിച്ചാണ് ട്രേഡേഴ്സ്. അപ്പോൾ വേണമെങ്കിൽ നമ്മളുടെ ഒരു ഇത് പ്രകാരം 5,000 പ്ലസിന് പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ വയ്ക്കാവുന്നതാണ്. പക്ഷേ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന രീതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഓക്കെ, എഗെയിൻ ട്രേഡേഴ്സ് നമ്മൾ ഓക്കെ അവിടുന്ന് തന്നെ അതേ ക്യാൻഡിൽ എഗെയിൻ എന്ന് പറഞ്ഞാൽ അതേ ക്യാൻഡിലിൽ തന്നെ റിജക്ഷനും കാണിച്ചു. ഇപ്പോൾ ഒരു വീണ്ടും നമ്മുടെ കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു ആക്ച്വലി നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് വരേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എഗെയിൻ ഒരു 2,000. ഓക്കെ, 2,600. നല്ലൊരു വോളറ്റൈൽ മൊമെൻറ്റമാണ് ട്രേഡേഴ്സ്. എൻ്റെ ഒരു കൺവിക്ഷൻ ഇത് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പണായി മാർക്കറ്റ് താഴോട്ട് വീഴുമെന്ന് വിചാരിച്ച് എല്ലാവരും സെല്ല് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സെല്ല് ചെയ്യുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ മേലിലുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് മേലിലോട്ട് മൂവ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് ട്രേഡേഴ്സ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നെഗറ്റീവിലോട്ടായി ട്രേഡേഴ്സ്. 471 1000 നമ്മൾ അത്രയും പ്രോഫിറ്റ് ചെയ്യുന്ന തിരിച്ചു വരുന്നതാണ് ട്രേഡേഴ്സ്. റിസ്ക് എടുക്കണ്ട. നമുക്ക് ഏതായാലും നമ്മളുടെ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വച്ചേക്കാം ട്രേഡേഴ്സ്. നമ്മൾ 521 ടാർഗറ്റ് വെച്ചിരുന്നത് കുഴപ്പമില്ല. 433 434 ട്രിഗർ പ്രൈസും. ഓക്കെ, നമ്മളുടെ അല്ല ഹെവി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു ലോസ് മീൻസ് 5,000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കണ്ടിട്ട് വന്നുകൊണ്ടാണ് കേട്ടോ. ട്രെയിൽ ചെയ്താൽ മതിയായിരുന്നല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു മാർക്കറ്റ് താഴോട്ട് പോകുന്നേ. അതുകൊണ്ടാണ് ഞാൻ ട്രെയിൽ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോസിലും കാണാറുള്ളതല്ലേ ഞാൻ ട്രെയിൽ ചെയ്യുന്നത്. പക്ഷേ ഓക്കെ, അഗെയിൻ
എത്ര വോൾട്ടൈലാണ് മാർക്കറ്റ് എന്ന് നോക്കിയിട്ടുണ്ട്. 3000-ൻ്റെ ലോസ് കാണിച്ചുകൊണ്ടിരുന്ന ഏരിയയിൽ നിന്ന് ഗ്രീനിലേക്ക് ആവാൻ ഒരു സെക്കൻഡ് പോലും എടുക്കില്ല, അല്ലെങ്കിൽ ഒരൊറ്റ ക്യാൻഡലിൻ്റെ പോലും ഫോർമേഷനോ അല്ലെങ്കിൽ ക്ലോസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ മാർക്കറ്റ് ഓക്കെ നേരത്തെ 3000-ൻ്റെ ലോസ് കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഒറ്റയടിക്ക് ഗ്രീൻ കാണിച്ചത്. ഇങ്ങനെ ഒരു വോൾട്ടൈലിറ്റി എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാനാവും. ഇപ്പം മണ്ടത്തരായിപ്പോയി. ഓക്കെ ഫൈൻ. എല്ലാ ദിവസവും നമ്മളുടെ സൈക്കോളജിയും നമ്മളുടെ ചിന്തകളുമൊക്കെ ഒരുപോലെ ആയിരിക്കില്ലോ ട്രേഡേഴ്സ്, അത് ഡിപ്പെൻസ്. ഓക്കെ അഗെയിൻ 3000 അഗെയിൻ നമ്മൾ 3000-ൻ്റെ ലോസിലേക്ക് അപ്രോച്ച് ചെയ്യാണ് ട്രേഡേഴ്സ്. 2000 ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും വലിയ സമയം എടുക്കത്തില്ല, കാരണം അത്ര വോൾട്ടൈലിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ മേളിലേക്ക് പോയി താഴത്തോട്ട് വന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും തിരിച്ച് വീണ്ടും പ്രോഫിറ്റ് കാണിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും കേട്ടോ, ഇത്രയും ലോസ് കാണിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത്. ഒറ്റയടിക്ക് നോക്കി, ഒറ്റയടിക്കാണ് 2000 കണ്ടോ, 600-ൽ നിന്ന് 2000-ഒക്കെ ലോസ് കാണിക്കുന്നത്. സോ രണ്ട് സൈഡിൽ നിന്നും റിജക്ഷൻ ഉണ്ട് ട്രേഡേഴ്സ്. ഇന്നിപ്പം ആര് ബയർ ജയിക്കുന്നോ സെല്ലർ ജയിക്കുന്നോ, നമ്മൾ ബയറുടെ കൂടെയാണ്. സെല്ലർ ബയറെ ഡിഫീറ്റ് ചെയ്താൽ വി ആർ ഔട്ട് ഫ്രം ദ ഗെയിം. നമുക്ക് നമ്മുടെ ലോസ് ബുക്ക് ചെയ്യുന്നു, ഇറങ്ങുന്നു. നമ്മുടെ ലോസ് ഏതായാലും ഇൻടെക്റ്റ് ആണ് ട്രേഡേഴ്സ്. ഞാൻ സ്റ്റോപ്പ് ലോസ് ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. സ്റ്റോപ്പ് ലോസ് ഏതായാലും നമ്മൾ 38 പോയിൻറ്റ്സിൻ്റെ തന്നെ കൊടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആവുകയാണെങ്കിൽ ഓക്കെ, വി അക്സെപ്റ്റ് ദ ലോസ് ആൻഡ് തീരുമാനമായെന്ന് തോന്നുന്നു. 4000 ഓക്കെ, 5000 കാണിച്ചു ട്രേഡേഴ്സ്. 5000 440 439 തീരുമാനമാകാറായെന്ന് തോന്നുന്നു. 439 വരെ കാണിച്ചാണ്, അവിടെ നിന്നാണ്. ഓക്കെ 439 438 എനിക്ക് നിന്നൊരു ഹൈ വോൾട്ടൈലിറ്റി ഉള്ള മാർക്കറ്റായിരുന്നു. ഇങ്ങനത്തെ മാർക്കറ്റിൽ സത്യം പറഞ്ഞാൽ ട്രേഡ് എടുക്കാതിരിക്കുക നല്ല. കാരണം ചിലപ്പം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷമായിരിക്കും ഇനിയും മാർക്കറ്റ് മേളിലോട്ട് വരാൻ പോകുന്നത്. സോ ഒന്നും പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റാണ്. നമുക്ക് ട്രേഡ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, അല്ലെങ്കിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യുക, ഇറങ്ങുക. ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ട്രേഡേഴ്സ്. വീണ്ടും എഗെയിൻ വി ആർ 2000-ൻ്റെ താഴത്ത് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എഗെയിൻ പിന്നെയും മേലിലോട്ട് കയറി. ഹൈ വോളറ്റിലിറ്റി ഉള്ള മാർക്കറ്റാണ്. വീണ്ടും 3000 4000 ലോസ് കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ഇങ്ങനത്തെ മാർക്കറ്റിൽ സത്യം പറഞ്ഞാൽ, ഇപ്പം ഞാനടക്കമാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ബിഗിനർ, ഞാൻ വലിയ എക്സ്പേർട്ട് എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ ഇങ്ങനത്തെ ഉള്ള മാർക്കറ്റിൽ നിന്നും കുറച്ച് മാറി നിൽക്കേണ്ട. ഇപ്പം ഞാൻ കുറച്ച് ഇപ്പോൾ കഴിഞ്ഞ വീക്ക് എനിക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും വലിയ തെറ്റില്ല. ഒരു 10,000 അല്ലെങ്കിൽ 15,000 വരെയൊക്കെ ഞാൻ ഡെയിലി പ്രോഫിറ്റ് ബെയർ ചെയ്യാൻ ഓക്കെയാണ്. അതിൻ്റെ ആവശ്യം വരില്ലെന്ന് തോന്നുന്നു. ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് 342 ഓക്കെ ട്രേഡേഴ്സ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 332 ഭയങ്കര മാർക്കറ്റായിപ്പോയി. 5700 ഒരു ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഞാൻ ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ വന്നു, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു പോർഷനിൽ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ എത്തിയപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു. 78 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈനിൻ്റെ ജസ്റ്റ് താഴത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ ട്രേഡ് എടുത്തത്. മാർക്കറ്റ് ഒരു നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് 5000+ പ്രോഫിറ്റ് കാണിച്ചാണ്. പക്ഷേ അവിടെ നിന്ന് റിവേഴ്സായി. നമ്മുടെ കയ്യിലൊരു കുഴപ്പമാണ്, നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്താൽ മതിയായിരുന്നു. ഓവറോൾ നമ്മൾ ലോസ്